വിഷു ആഘോഷങ്ങൾക്കിടെ മന്തി റെസ്റ്റോറന്റുകൾ കൂട്ടത്തോടെ കൃഷ്ണനെ ആക്രമിക്കുന്ന പോസ്റ്ററുകൾ മെനഞ്ഞതിനെ തുടർന്ന് കേരളത്തിലെ അറബിക് റെസ്റ്റോറന്റുകൾ സംശയത്തിന്റെ നിഴലിലേക്ക്. കേരളത്തിലെ അറബിക് റെസ്റ്റോറന്റുകളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് NIAക്ക് കത്തയച്ചിരിക്കുകയാണ് BJP തൃശൂർ ജില്ലാ ഇന്റലക്ച്വൽ സെൽ കൺവീനർ പ്രസീദ് ദാസ്. ഇത് സംബന്ധിച്ച് NIA ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. ഇന്റലക്ച്വൽ സെല്ലിന്റെ ആവശ്യങ്ങളിൽ ഇതും വരുന്നു. ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. അതുപോലെ തന്നെ വിഷു ആഘോഷങ്ങൾക്കിടെ ശ്രീകൃഷ്ണനെ അവഹേളിക്കുന്ന തരത്തിൽ ചില റെസ്റ്റോറന്റുകൾ ഏർപ്പെട്ടതായും പരാതിയിൽ ആരോപിക്കുന്നു. സുതാര്യമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് BJP അടിവരയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അറബിക് റെസ്റ്റോറന്റുകളുടെ സാമ്പത്തിക സ്രോതസ്സും രാജ്യവിരുദ്ധ ബന്ധവും അന്വേഷിക്കണം എന്നാണ് ആവശ്യം. നോട്ട് നിരോധനത്തിന് ശേഷം തുടങ്ങിയ ഹോട്ടലുകളെക്കുറിച്ചും അന്വേഷണം വേണം. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വൻതോതിലുള്ള മൂലധന നിക്ഷേപം ആവശ്യമുള്ള ഇത്തരം സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുടനീളം ആരംഭിച്ചത് സംശയാസ്പദമാണ്. ഇതിൽ വിദേശ ഫണ്ടുകളുടെ പങ്ക് പരിശോധിക്കണം. ഈ റെസ്റ്റോറന്റുകൾക്ക് നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുണ്ടോ എന്നതും പരിശോധിക്കണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം പവിത്രമായി കരുതുന്ന വിഷു ദിവസം സസ്യാഹാരം മാത്രം നിവേദിക്കുന്ന ദൈവസങ്കല്പത്തെ മാംസാഹാരവുമായി ബന്ധിപ്പിച്ചത് ബോധപൂർവമായ പ്രകോപനമായിട്ടാണ് വിലയിരുത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമായതോടെ റെസ്റ്റോറന്റ് അധികൃതർ പോസ്റ്റർ പിൻവലിച്ചു. പക്ഷേ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരും അതുപോലെ പലയിടങ്ങളിലും മാംസാഹാര പരസ്യം നൽകിയത് വലിയ വിവാദമായിരുന്നു. മലപ്പുറത്തെ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ബംഗളൂരുവിലെ സംഭവത്തിലും ശക്തമായ നടപടി വേണം എന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിൽ ശാഖകളുള്ള ബംഗളൂരുവിലെ റെസ്റ്റോറന്റ് ഗ്രൂപ്പിനെതിരെ സോഷ്യൽ മീഡിയയിൽ ബഹിഷ്കരണ ആഹ്വാനങ്ങളും ഉയർന്നു. കേരളത്തിലെ വഴിയോരങ്ങളിൽ മുളച്ചു പൊന്തുന്ന അറബിക് ഹോട്ടലുകൾക്കായി ഫണ്ടിംഗ് ചെയ്യുന്നത് ISIS ഫണ്ടിംഗ് ബ്രിഗേഡ് എന്ന് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രൊഫൈലുകൾ, ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ പൊതുസമൂഹത്തിൽ പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു, പല സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. കേരളത്തിലെ വലിയൊരു ബിസിനസ് മേഖലയിൽ ISIS ഫണ്ടിംഗ് ബ്രിഗേഡ് പണം ഇറക്കുന്നുണ്ട് എന്നതായിരുന്നു ആ സൂചനകൾ. കാസർഗോഡ് ഒരു 2 വർഷത്തിന് മുൻപ് ഷവർമ കഴിച്ചൊരു വിദ്യാർത്ഥിനി മരിച്ചതോടെയാണ് ഇത്തരമൊരു റിപ്പോർട്ടിന്റെ പ്രാധാന്യം വീണ്ടും ചർച്ചയായത്. പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനത്തിനായി തുർക്കി, സിറിയ, ഇറാൻ, മലേഷ്യ എന്നിവിടങ്ങളിൽ വഴിയും മിഡിൽ ഈസ്റ്റിൽ നിന്നും കോടാനുകോടി രൂപയാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് പൊതുസമൂഹത്തിൽ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. PFIയുടെ ഫണ്ടിംഗ് ഇറാൻ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നും സൗദിയിലെത്തി അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നാണ് കേൾക്കുന്നത്. കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏജൻസികൾ വഴിയായും ഫണ്ടിംഗ് നടന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും പ്രചരിക്കുന്നു. ഇങ്ങനെ എത്തുന്ന പണത്തിന്റെ നല്ലൊരു പങ്കും ഹോട്ടൽ ബിസിനസ്സിലാണ് നിക്ഷേപിക്കുന്നത്. ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ കഴിഞ്ഞ കുറച്ചു കാലത്തിനുള്ളിൽ നിരവധി ഷവർമ, അൽഫാം ഹോട്ടലുകളാണ് ഉയർന്നു പൊങ്ങിയത്. ഇത്തരം സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം എന്ന ആവശ്യം വളരെ കാലമായി ശക്തമായിരിക്കുകയാണ്. ഇത്തരം ഹോട്ടലുകളിലെ അടുക്കളകളിൽ ജോലി ചെയ്യുന്നതിലേറെയും ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണ്. ഇവരിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. ദേശീയ പാതയോരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കറുത്ത പെയിന്റ് അടിച്ച ആയിരക്കണക്കിന് പുതിയ ചായക്കടകളുടെ പ്രവർത്തനവും ദുരൂഹമാണ്. ഇവയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പലപ്പോഴും സമൂഹത്തെ പ്രതിനിധീകരിച്ച് ജനങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം ഹോട്ടലുകൾ ചിലത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പൊതുജനത്തിന്റെ സംശയം. കഴിഞ്ഞ കാലങ്ങളിൽ ISIS ഫണ്ടിംഗ് ബ്രിഗേഡ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി എത്തുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചത് റിയൽ എസ്റ്റേറ്റ് മേഖല പിടിച്ചെടുക്കാൻ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ഭക്ഷണശാലകളിലേക്ക് വഴിതിരിച്ചുവിടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.